Hi guys, welcome back to our YouTube channel and you are watching Thrive with me 2.0. Guys, കഴിഞ്ഞ വീഡിയോയിൽ STLCയുടെ സ്റ്റേജസ് ആയിട്ടുള്ള ഒരുവിധ സ്റ്റേജ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ റിക്വയർമെൻറ്റ് കളക്ഷൻ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. നെക്സ്റ്റ് ഞാൻ ഫീസിബിലിറ്റി സ്റ്റഡീസിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊരു കീ ഫേസ് ആണ്, സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഫീസിബിലിറ്റി സ്റ്റഡി അനാലിസിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കീ ഫേസ് ആണ്. ഇതിൽ 3 ടൈപ്സ് ഉണ്ട്. നമ്മൾ റിക്വയർമെൻറ്റ് കളക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫീസിബിലിറ്റി സ്റ്റഡിയിലോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി ആണുള്ളത്. ഒന്നാമത്തേത് റിസോഴ്സ് ഫീസിബിലിറ്റി, ദെൻ ടെക്നിക്കൽ ഫീസിബിലിറ്റി, മൂന്നാമത്താണ് ഫിനാൻസ് ഫീസിബിലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറയാതെ തന്നെ ഫിനാൻസ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? അതെ, ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഫിനാൻഷ്യലി ഉള്ള ആ ഒരു സ്റ്റഡിയാണ് അല്ലേ, എത്ര വേണം ബഡ്ജറ്റ്, എന്തൊക്കെ വേണം എന്നുള്ളത്. ഇത് ചെയ്യുന്നത് ഫിനാൻസ് ടീമാണ്. അതേപോലെ റിസോഴ്സ് ഫീസിബിലിറ്റി എന്ന് പറയുമ്പോൾ റിസോഴ്സ്, എന്തൊക്കെ റിസോഴ്സാണ് വേണ്ടത്, അതായത് ഇതിന് എന്തൊക്കെ റിസോഴ്സ് വേണം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്നുള്ള സ്റ്റഡിയാണ് എന്ത് റിസോഴ്സ് ഫീസിബിലിറ്റി എന്നുള്ളത്. എല്ലാത്തിൻ്റെയും നോട്ട് ഞാൻ പിൻ ചെയ്യാം കേട്ടോ ഗൈസ്, എന്താണേലും നിങ്ങളത് വായിച്ചു നോക്കണം. ഈ റിസോഴ്സ് ഫീസിബിലിറ്റി ചെയ്യുന്നത് HR ടീമാണ്. പിന്നെ ടെക്നിക്കൽ ഫീസിബിലിറ്റി, ടെക്നിക്കലി ഇത് ചെക്ക് ചെയ്യുകയാണ് നമ്മൾ അല്ലേ, ടെക്നിക്കലി എല്ലാം ടെക്നോളജി അവൈലബിൾ ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റഡിയാണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് ആർക്കിടെക്റ്റുകളാണ്. ഓക്കെ, ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് BA, പ്രൊജക്ട് മാനേജർ, ആർക്കിടെക്ട്, ടെക്നിക്കൽ, ഫിനാൻസ് ടീമൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ടെക്നിക്കൽ ഫീസിബിലിറ്റി ചെയ്യുന്നത് ആർക്കിടെക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഹൂ വിൽ ബിക്കം ആർക്കിടെക്റ്റ്, ആർക്കാവാൻ കഴിയും, എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് ആർക്കിടെക്റ്റ് ആവാൻ പറ്റും? അപ്പോൾ ഒരു സീനിയർ ഡെവലപ്പറിന് ആർക്കിടെക്റ്റ് ആവാൻ പറ്റും. അപ്പോൾ ടെക്നിക്കലി ഇത് പോസിബിൾ ആണോ? ശരിക്കും ഒരു ആർക്കിടെക്റ്റിൻ്റെ റോൾ എന്താണ്? ടെക്നിക്കലി ഇത് പോസിബിൾ ആണോ, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ആർക്കിടെക്റ്റ് എപ്പോഴും ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുന്ന ആളായിരിക്കും. അതുമാത്രമല്ല ഏത് ടെക്നോളജി ഇതിന് യൂസ് ചെയ്യും എന്നുകൂടി പുള്ളി ചിന്തിക്കും. ഇതാണ് ഒരു ആർക്കിടെക്റ്റിൻ്റെ റോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പ്രൊജക്ട് മാനേജറിൻ്റെ റോൾ എന്താണ്? ഇതിൽ ഈ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ പ്രൊജക്ട് മാനേജറിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ പുള്ളി ഈ ഇൻഫർമേഷനൊക്കെ നമ്മുടെ ആർക്കിടെക്റ്റിനോടും BA-നോടും HR ടീമിനോടും ഫിനാൻസ് ടീമിനോടും ഒക്കെ എന്താണ് ഗ്യാദർ ചെയ്യും. എന്നിട്ട് പുള്ളി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുകയാണ്. ഈ പ്രൊജക്റ്റ് ടേക്കപ്പ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു പ്രോപ്പർ ഡിസിഷൻ പുള്ളി എടുക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ എൻറ്റയർ പ്രൊജക്റ്റ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ, ടെക്നിക്കലി പറ്റുമോ എന്ന് ആർക്കിടെക്റ്റിനോടും BA-നോടും എല്ലാവരോടും നമ്മൾ നമ്മുടെ PM ചർച്ച ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ടേക്കപ്പ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആർക്കിടെക്ട്സിൽ 2 ടൈപ്പ് ആർക്കിടെക്റ്റ് ഉണ്ട്. ഒന്ന് ഡെവലപ്മെൻറ്റ് ആർക്കിടെക്റ്റും അതേപോലെ ടെസ്റ്റ് ആർക്കിടെക്റ്റും. ഇത് 2 നമ്മുടെ ആർക്കിടെക്റ്റ് എന്നുള്ള ഒരു ഫേസിലാണ്. ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞ റോളിൽ തന്നെ ഈ 2 റോളും ഉണ്ട്, 2 റോളും ചെയ്യുന്നവരുണ്ട്. ഇത് HR ടീമിൻ്റെ, അതായത് HR ടീമിൻ്റെ ഒരു റോൾ എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നിന്ന് നോക്കാം. HR ടീമിൻ്റെ റോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഒരു റിസോഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, ഹയറിംഗ് റിസോഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും HR ടീം എപ്പോഴും ചിന്തിക്കുക. അപ്പോൾ ഈ മണി പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ആയിരിക്കും, അതായത് ഹയറിംഗ് റിസോഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, മണി പോയിന്റ് ഓഫ് വ്യൂ, അങ്ങനത്തെ ഒരു ഇതിലായിരിക്കും ഇവർ ഓപ്പറേഷണൽ കോസ്റ്റ്, ബഡ്ജറ്റ്, അതൊക്കെ ആയിരിക്കും ഈ ഒരു HR ടീമിൻ്റെ ഒരു ഡിസ്കഷൻ. അവരുടെ ഒരു റോള് ഇതായിരിക്കും. ഫിനാൻസ് ടീമിൻ്റെ റോളാണ് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഫിനാൻസ് ടീമിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരൊരു അവരൊരു ഫിനാൻസ് പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും ചിന്തിക്കുക. ഓപ്പറേഷണൽ കോസ്റ്റ്, നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും, അതായത് ഫോർ എക്സാമ്പിൾ ഒരു 2 വർഷത്തെ പ്രൊജക്റ്റ് ആണെങ്കിൽ ഒരു 3 crore എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ഒരു റേറ്റാണ് അവർ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് HR ടീം ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ട് ഇവരോട് സംസാരിച്ചിട്ടുണ്ടാവും. എന്നാലും ഇവരുടെ ഒരു ഫിനാൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവർ ചിന്തിച്ച് അത് ഡിസൈഡ് ചെയ്യും. ഇത്രയുമാണ് ഇതിൽ പറയാനുള്ളത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ലാസ്റ്റായിട്ട് ഞാൻ ഒരാളുടെ റോള്, BA-യുടെ റോളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ BA-യുടെ റോള് ഞാൻ ഇതിൽ പറയുന്നില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും കറക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ ചോദിക്കുക. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ടിൽ ദെൻ ബൈ.